ഷാജി സാർ പറഞ്ഞു തരുന്ന പോലെ അത്രയൊന്നും ഒരു ഡയറക്ടറും പറഞ്ഞു തരില്ല എന്ന് തോന്നിയിട്ട്. ഇപ്പം സ്വഭാനം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ജയറാമിനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നൊരു സീനുണ്ട്. ജയറാം വിളിച്ചിട്ട് ജയറാമിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചാണ്. അപ്പോൾ എന്നിട്ട് ഇരുന്നിട്ടാണ് അതിൻ്റെ സംഭാഷണങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഷാജി സാർ എന്നോട് പറഞ്ഞത് ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്രീസിയേഷൻ ഉള്ളിലുണ്ട്, പക്ഷെ അത് മുഖത്ത് കാണിക്കണ്ട. ഇയാളോട് ശരിക്കും പറഞ്ഞാൽ ഒരു പുച്ഛമാണ്. കാരണം തന്നെക്കാളൊക്കെ അറിവുള്ള ഒരാളാണ് ഞാൻ, എനിക്കിതിനേക്കാളും വലിയ സംഗതികളൊക്കെ അറിയാം, അത് ഉള്ളിലുണ്ട്, പക്ഷെ അത് മുഖത്ത് കാണിക്കണ്ട. ഞാൻ സാർ ഇത്രയൊക്കെ കൂടെ പറഞ്ഞ് എനിക്ക് ഇത്രയൊന്നും അറിഞ്ഞൂടാ, ഇത്രയൊന്നും അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഇത് കിടന്നോട്ടെ, ഇതിങ്ങനെ ഇതിങ്ങനെ ഫീഡ് ചെയ്ത് തരും നമുക്ക്. ഇതെല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ പ്രതിഫലിപ്പിക്കാനൊക്കെ പറ്റിയില്ല എന്ന് വരും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ അറിയാതെ വരും. അപ്പൊ ഇതാണ് ഈ സംവിധായകന്റെ കയ്യിലെ കളിമണ്ണാണ് ആക്ടർ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ സുരേഷ് ഗോപി എന്ന് മറുപടി പറഞ്ഞത് പക്ഷെ കളിമണ്ണായിരിക്കണം കേട്ടോ, പൂഴിമണ്ണാവരുത്, അത് മോൾഡ് ചെയ്യാൻ പറ്റില്ല, അത് കളിമണ്ണ് തന്നെ കിട്ടണം, കളിമണ്ണ്. അപ്പൊ നമ്മൾ കളിമണ്ണായിരിക്കണം, നമ്മളെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് ഇവർക്കിത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർ മോൾഡ് ചെയ്തും കൂടെ എടുക്കണം, അല്ലാതെ നമുക്കൊരു വെറുതെ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി തന്നിട്ട് തോന്നിയ പോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആക്ടർ നന്നാവില്ല. അയാളെ പറഞ്ഞിങ്ങനെ തീയിലിട്ട് പഴുപ്പിച്ചെടുക്കുന്നത് പോലെ പലതും ഫീഡ് ചെയ്ത് തന്ന് ഇതിന്റെ പല ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു വന്ന്, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ വന്നിട്ട് അതല്ല, അത്ര ഇമോഷണൽ ആവണ്ട, അത് പിന്നീട് നമ്മൾ വേറെ സീനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലെയിനായിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതാണ് നമ്മൾ പറയില്ലേ, ഇപ്പം നമുക്ക് ഒരിക്കൽ പറഞ്ഞു ഒരച്ചൊരച്ചാണ് മിനുങ്ങിയത്, ഇനിയും ഉരച്ചാൽ ഇനിയും മിനുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഒരുപാട് പേര് ഒരച്ചൊരച്ചാണ് ഇതുപോലെ മിനുക്കി എടുത്തത്. ഇനിയും ആരെങ്കിലും ഒക്കെ ഒന്ന് ഒരയ്ക്കണം, ഒരച്ചാൽ ഇനിയും നന്നാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരക്കലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എവിടെ എന്ത് ആവശ്യമുണ്ടോ അവിടെ അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നടന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ പലരും പലതും പറഞ്ഞ് ചെയ്യിച്ചും പല ടിപ്സ് പറഞ്ഞു തന്നുമാണ് നമ്മളിങ്ങനെ മോൾഡ് ചെയ്ത് ഒരുപാട് മലകളിൽ കൂടെ ഉരുണ്ടും പല നദികളിൽ കൂടെ ഒഴുകിയാണല്ലോ ഒരു കല്ലിങ്ങനെ മെഴുകി വരുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ കുറച്ച് ട്രിക്കിയായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത്രയും നേരമൊക്കെ എന്തൊക്കെ അതായത് ശ്രീ മോഹൻലാലായിട്ടും ശ്രീ മമ്മൂട്ടിയായിട്ടും ഒരേപോലെ സൗഹൃദവും സ്നേഹവും പങ്കിടുന്ന ഒരാളാണല്ലോ. ഇത് രണ്ട് ശത്രുരാജ്യങ്ങളല്ല, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരേപോലെ സൗഹൃദം പങ്കിടുകയാണ് ബുദ്ധിമുട്ടുള്ളത്. ഇത് വേറെ 2-3 സുഹൃത്തുക്കളാണെന്നേ ഇവരായിട്ട് വലിയ സൗഹൃദമുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും പ്രണയം സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിന് വെച്ചുകൊണ്ടാണ് ഒരു മലയാളി പലപ്പോഴും പ്രണയിക്കാൻ പഠിച്ചത്. ശ്രീ മോഹൻലാൽ വളരെ ഇന്റിമസിയോട് കൂടിയിട്ട് വളരെ ഫിസിക്കലി ഇൻവോൾവ്ഡ് ആയിട്ടൊക്കെ ആക്ട്രസിനോട് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തുന്ന രീതികൾ. അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് വാക്കുകളിലൂടെ, ഇപ്പൊ മഴയത്ത് മുമ്പിലൊക്കെ പ്രണയമൊക്കെ അൾട്ടിമേറ്റ് ആണ്, സ്റ്റാൻഡേർഡ് ആണ്. ആരാണ് ഏറ്റവും നന്നായി പ്രണയം അഭിനയിക്കുന്നത്? ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള പ്രണയം ആരുടെയാണ്? ശ്രീ ഞാനാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ പ്രണയം കൂടുതൽ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മോഹൻലാലിന്റെ പ്രണയങ്ങളാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രണയിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ പ്രണയമാണ്. ലാൽ പ്രണയത്തെ കാണുന്നതും അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ലാൽ അടുപ്പമാവുന്നതും ഒക്കെ ലാൽ സ്ക്രീനിൽ അഭിനയിച്ചിട്ടുള്ളതിനോടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്നത്. കാരണം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രണയം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരാൾ കഴിയുമ്പോഴാണ്. എനിക്കൊരാൾ വയലിൻ വായിക്കുമ്പോൾ അത്ഭുതമാണ്, എനിക്കൊരാൾ തബല വായിക്കുന്നത് കാണുമ്പോൾ അത്ഭുതമാണ്, ദാസേട്ടൻ പാടുന്ന കാണുമ്പോൾ ഞാൻ കോരിത്തരിച്ചിരിക്കും. കാരണം ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്, ശ്രമിച്ചാൽ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ മമ്മൂക്ക അങ്ങനത്തെ ഒരു പ്രണയം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കാനോട് പ്രണയം പെൺകുട്ടികൾക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം എനിക്കിപ്പോഴും മമ്മൂക്ക വേറൊരു പെണ്ണിനെ പ്രണയിക്കുന്നതായിട്ട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തായിട്ട് സ്ക്രീനിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്കിഷ്ടം ആ പെൺകുട്ടി പോയി മമ്മൂക്കാനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതാണ് ഇഷ്ടം. അതേസമയത്ത് മോഹൻലാൽ പോയിട്ട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത്. ആരുടെ പ്രണയ ഇഷ്ടം? എനിക്ക് രണ്ടുപേരുടെ പടങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ മണിമത്തൂരിലായാലും ശിവരാത്രികൾ, അതിൽ മമ്മൂക്കയുടെ ഒരു പ്രണയം ഉള്ളിൽ വെച്ചിട്ട് വീർപ്പ് കൂട്ടുന്ന ഒരവസ്ഥ, അത് ഭയങ്കര അത്ര റോളുകൾ മമ്മൂക്ക ഭയങ്കര നമുക്ക് തോന്നുകയില്ല പറഞ്ഞത് അല്ലെ. അവരങ്ങ് പിന്നെ പാട്ട്
അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് ഇഷ്ടം. ലാലേട്ടൻ ഈ പറഞ്ഞ സിദ്ദിഖേട്ടൻ പറഞ്ഞ പോലെ ആ കുസൃതിയില് കുസൃതി പുള്ളിക്ക് കിട്ടുന്ന റോളുകൾ അങ്ങനത്തെ റോളുകളാണ്. ഇപ്പൊ മറ്റേ ഗാഥ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ എന്റെ കല്യാണിക്കുട്ടി, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് അന്ന് പോലെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താ പറയണ്ടേ, അത്തരം കഥാപാത്രങ്ങൾ, കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ, അങ്ങനെ മെച്ചുവർ ലവ് ആയിരുന്നു നമുക്കൊക്കെ. ഒരു ക്യാമ്പസ് ഒന്നും അങ്ങനെ അധികം എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു രീതി എൻജോയ് ചെയ്യാൻ അധികം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മണിവത്തൂരിലായ ശിവരാത്രികൾ കണ്ടു. ഞങ്ങളൊരു പ്രിവ്യൂ ആണ് കണ്ടത്. ഞാൻ സിനിമയിൽ വന്ന സമയത്തൊക്കെയാണ് മണിവത്തൂരിലെ ശിവരാത്രി. അപ്പം മദ്രാസിൽ നീ പ്രിവ്യൂ കാണല്ലോ. അപ്പൊ ഞാനും ഇന്നസെന്റ് ഏട്ടനും കൂടെയാണ്, ഞങ്ങൾ വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് ഏട്ടനാണ് എന്നെ കൊണ്ടുവരുന്നത്. മണിവത്തൂരായ ശിവരാത്രികളില് ഈ അല്ല മമ്മൂട്ടി സുഹാസിനിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാത്രി വീട്ടിൽ വന്ന് ഒരു സീനൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് എല്ലാം കഴിഞ്ഞപ്പം സോമേട്ടൻ പറയും, അച്ഛൻ സോമേട്ടൻ സോമേട്ടൻ സുഹാസിനോട് പറയും മമ്മൂട്ടിയെ കൊണ്ടുപോയി വിട്ടിട്ട് വരാൻ പറയും. കൊണ്ടുപോയി ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയും രാത്രി. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെയൊക്കെ വീട്ടിലെ പോലെ തന്നെ എന്താ ഇന്നസെന്റ് എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്. എന്റെ സുഹൃത്തുക്കളൊക്കെ രാത്രി വന്നു കഴിഞ്ഞാല് എന്നേട്ടൊക്കെ സംസാരിച്ചെന്ന് പോയാൻ നേരത്ത് അപ്പൻ എന്റെ പെങ്ങളോട് പറയും, എടി നീ ഇവനെ കൊണ്ടുപോയിട്ടൊന്ന് ആക്കിയിട്ട് ഇന്ന് രാത്രി വരണമെന്നില്ല, നാളെ വന്നാലും എനിക്ക് മണിയത്തൊക്കെ ശിവരാത്രിയിൽ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ ആ സീനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ്. രാത്രി എന്റെ പെങ്ങന്മാരെ കൂട്ടി വിടും. എന്റെ കൂട്ടുകാരോട് വിട്ടിട്ട് പറയും, നീ ഇവനെ കൊണ്ടാക്കിയിട്ട് ഇന്ന് പോരണ്ട, ഇന്ന് നീ അവിടെ നിന്നോ, എന്നിട്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആവശ്യം. അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഇന്നസെന്റ് ഏട്ടനെയൊക്കെയാണ് നമ്മള്. ഏതാ ഇഷ്ടം? ഈ പാറാട്ടിലൊക്കെ പോലെ ഇളകിയാടലാണോ ഇഷ്ടം, അതോ ഇപ്പൊ നമ്മുടെ തല്ലുമാലയിലൊക്കെ പോലെ നിന്റെ ഏറ്റവും നല്ല അടി ഇതായിരുന്നടാ കഴിഞ്ഞു, അവിടെ ആ വേദന ഇമോഷനും രജിസ്റ്റേർഡ് ആണ്? ഏതാ കൂടുതൽ ഇഷ്ടം ചെയ്യാൻ? ഇളകിയാടലാണോ സട്ടിലാണോ? വിഷ്ണുവിന്റെ പ്രോബ്ലം വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്നവരല്ല വേറൊരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്തും അവർക്ക് വേണ്ടത് കൊടുക്കുക, ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സന്ദേശത്തിലെ സീനല്ല പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സീൻ. ടെസ്റ്റ് മത്സരവും 2020 മത്സരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. സന്ദേശവും ഞാൻ സിദ്ദിഖേന്റെ ക്യാരക്ടർ ആദ്യം മുതലേ ആ ക്യാരക്ടർ തന്നെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഏതാ സിനേജൻ ആഗ്രഹിക്കുന്ന ഒരു മകനോ മരുമോനോ ഒക്കെ സിദ്ദിഖേണ്ടിലുണ്ട്. ഇങ്ങനെ ആളാണ് ആ കുടുംബത്തിൽ ശരിക്കും വേണ്ടത്. കാരണം ടേസ്റ്റ് ഒരു നന്നാണ്, മണ്ണിനെ ഇഷ്ടപ്പെടുന്നു. ആ കഥ പറയണം. അതുകൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്താ ഒടിഞ്ഞ് മുദ്രക്കല്ലടിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുക, ഒറ്റ തീരേ ഉള്ളൂ. ഇതിന് തുടക്കം പോലെ പറഞ്ഞതന്നെ അവനെ നമ്മൾ തീർന്നു, അവിടെ അടിക്കണം, അവിടെ തീർന്നു, പുള്ളി തീർന്നു. തീർന്നിട്ട് പറഞ്ഞാണ് നിന്നെ പോലെ ഒരാൾക്ക് ഈ നാട് അൺഫിറ്റാണ്, നീ സ്ഥലം വിട്ടു എന്ന് പറയുന്ന. അതാ നീ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞത് മാത്രം ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന വിഷമം എന്റെ വിഷമമല്ല, വേറൊരാളുടെ വിഷമം വേറൊരാളുടെ ഷെയർ, നീ പൊക്കോടാ എന്ന് പറയുന്നത്. അപ്പം ഈ സിറ്റുവേഷൻസ് വ്യത്യാസമുണ്ട്. തല്ലുമാലയിലെ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്പന, സ്നേഹമുണ്ട് മകനോട്, മകൻ കുസൃതി ഉണ്ടെങ്കിലും അങ്ങനെ എന്നാൽ പ്രകടിക്കുമ്പോൾ ഒന്നും ഔട്ട് വരാനും മറ്റേ തേങ്ങാച്ചോറ് കൊണ്ടുവരാം, കുമ്പളങ്ങ കയറി മേടിച്ചു കൊണ്ടുവരാനൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. മറ്റേ ആറാട്ടിൽ എന്താണ്, ആറാട്ടിലൊരു ഇളകി വയ്ക്കുന്ന ഒരു അമ്പളിച്ചെന്നെ അനിപ്പിയൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ വ്യത്യാസങ്ങളാണ്. നമ്മൾ എവിടെ ചെല്ലുന്നു, എന്ത് വേണമെന്നു, എന്ത് ചെയ്യുന്നു അനുസരിച്ചിട്ട് തന്നെയാണ് കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രം പോലെ വേറൊരു കഥാപാത്രം ഇല്ല. ഇപ്പൊ ലവിൽ ഞാൻ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജോയിൽ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ അപ്പനായിട്ട് ഒരുപാട് പടങ്ങളിലാണ്. ഇത് നിങ്ങൾ ഓരോ ഇമോഷനോ അല്ലെങ്കിൽ തമാശയൊക്കെ വ്യത്യസ്തമായിരിക്കും എന്തിലെങ്കിലും. അതുകൊണ്ടാണ് മിക്കവാറും പറയുന്നത് നടന്മാര് എല്ലാ പടത്തിലും ഒരുപോലാന്ന് പറയാൻ വളരെ പാടാണ്. എന്തിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അത് എത്ര ഒരേപോലെ മേക്കപ്പ് ചെയ്ത് വന്നാലും ഒരാൾ വ്യത്യസ്തനാകുന്നത് ആ സിറ്റുവേഷനും ആ ഡയറക്ടർ ആവശ്യപ്പെടുന്ന നമ്മള് ചെയ്യിക്കുന്ന രീതിയൊക്കെയാണ് ഒരു നടനെ വ്യത്യസ്തനാക്കുന്നത്. ഈ സംവിധായകൻ ആവശ്യപ്പെടുമെന്ന് പറയല്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ, അത് ഇതിന്റെ ഒരു പ്രധാന കാര്യമാണ്. നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഡയറക്ടർ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഡയറക്ടർ ഓക്കെ എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ആദ്യത്തെ ഡ്യൂട്ടി. നമ്മൾ അത് ഹാപ്പിയാക്കേ പറ്റൂ. അല്ലാതെ ഒരു ഡയറക്ടർ ഇത് ശരിയായില്ല എന്ന് തോന്നില്ല, നമ്മൾ ഇത് ശരിയാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച് വരാൻ പറ്റില്ല.